മിസ്സാണ്. അപ്പോൾ മിസ്സിൻ്റെ മക്കൾ എല്ലാവരും ഇതാ നമ്മുടെ വെക്കേഷൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു തിരക്കിലായിരുന്നു നമ്മൾ ഈ മാസം മുഴുവനും. കുറേ ക്ലാസ്സുകൾ, കുറേ പരീക്ഷകൾ, അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇതാ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ അവധിക്കാലത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ മക്കളെല്ലാവരും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു 10 ദിവസം എന്ന് പറയുന്നത് മാക്സിമം എൻജോയ് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ അതിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചിട്ട് നിങ്ങളുടെ വെക്കേഷൻ അല്ലേ, നിങ്ങളുടെ അവധിക്കാലം നിങ്ങൾ കളറാക്കുക. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പം നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ കാത്തിരിക്കുന്നത് നമ്മുടെ ആനുവൽ എക്സാം ആണ് അല്ലേ, നമ്മുടെ വാർഷിക പരീക്ഷയാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് ആദ്യം മുതലുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് എന്നുള്ളത് മക്കൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ മലയാളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാ നമ്മൾ പച്ചക്കറി തോണി വരെ മാത്രമേ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഈ കാണുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് റിവൈസ് ചെയ്യാനും ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ അവധിക്കാലത്തിൻ്റെ ഇടയിൽ എന്തിനാ മിസ് ഈ കാര്യം വന്ന് പറഞ്ഞതെന്ന്. മിസ് ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ഈ 10 ദിവസത്തെ ഈ ഒരു വെക്കേഷൻ കഴിഞ്ഞ്, ഈ ഒരു അവധിക്കാലം കഴിഞ്ഞ് നമ്മുടെ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്തേക്ക് നമ്മുടെ സൈലത്തിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ ലൈവ് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും കൃത്യമായിട്ട് ഇനി വരാൻ പോകുന്ന ലൈവ് ക്ലാസ്സുകളൊക്കെ കണ്ടിരിക്കണം. അവധിക്കാലം നിങ്ങൾ കളറാക്കുക. അത് കഴിഞ്ഞിട്ടുള്ള ആനുവൽ എക്സാമിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, യെസ്, ഉഷാറായിട്ട് പഠിക്കണം അല്ലേ. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യണം, ആ കൃത്യസമയത്ത് ഈ കാര്യങ്ങളൊന്നും മറന്നു പോകാതെ കൃത്യസമയത്ത് നമ്മുടെ സൈലത്തിൻ്റെ ലൈവ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മക്കൾ ആരെങ്കിലും നമ്മുടെ ക്ലാസ് 1 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. എന്നാൽ മാത്രമേ മക്കൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. ആൻഡ് അതുവരെയുള്ള ദിവസങ്ങളിൽ ഇതാ ഇതുപോലെ കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും മക്കളെ മുമ്പിലേക്ക് വരും. അപ്പോൾ ഇപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഉഷാറായിട്ട് അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഇപ്പോൾ ഇതാ തൊട്ടടുത്ത് നമ്മുടെ ക്രിസ്മസ് വരുവാണ്. അപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ പലരും പല രീതിയിലായിരിക്കും ആഘോഷിക്കുന്നുണ്ടാവുക. മക്കൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത്, മക്കൾ ആസ്വദിക്കുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും യെസ്, ഹാപ്പി ക്രിസ്മസ്. അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരിക്കടാ. നമുക്ക് വീണ്ടും കാണാം. ബൈ.